മോർണിംഗ് സർ. മണിക്കരെ, സാക്ഷികളോടെല്ലാം ഓഫീസിൽ വരാൻ പറഞ്ഞിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും എസ് ആർ എസ് ആർ എസ് ആർ. ഇതെന്താ പോലീസ് സ്റ്റേഷനാണ്? യെസ് സർ. ഞാൻ പണ്ട് പോലീസിലായിരുന്നല്ലോ. വർഷങ്ങളായിട്ടുള്ള ശീലം കൊണ്ട് നാം എപ്പോഴും അങ്ങനെ വഴങ്ങും. വരട്ടെ. എന്താണോ ഇത്? യുവർ ഓണർ, അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരുമില്ലാത്ത അബലയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്റെ കക്ഷി. പ്രത്യേകിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കലോപാസകയും. അങ്ങനെയുള്ള ഈ പെണ്ണിന് ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താൻ കഴിയില്ല. മദ്യപിച്ച് ലക്കില്ലാതെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആനന്ദുമായിട്ടുള്ള സ്ട്രഗിളിങ്ങിനിടയിൽ ഷോക്കേറ്റ് വീണ് ചിറവ ദേഹത്ത് കയറി സ്വയം മരിച്ചതാണ് ആനന്ദെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും. ഐ ഹാവ് നത്തിങ് മോർ ടു സബ്മിറ്റ്. യുവർ ഓണർ, നല്ലവളായ നിരപരാധിയായ എന്റെ കക്ഷിയോട് ദയവുണ്ടാകണമെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ദയ, എന്ത് തെറ്റ് ചെയ്താലും നിർലോഭം ഉപയോഗിക്കാവുന്ന രണ്ട് പദങ്ങളുണ്ട് മലയാളത്തിൽ: ദയ, മാപ്പ്. ഒരു കൊലപാതകം ചെയ്ത ഈ സ്ത്രീക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തക ആവശ്യപ്പെടുന്നത് ദയാണ്. യുവർ ഓണർ, കലയുടെ പേരും പറഞ്ഞ് രാത്രിയും പകലുമില്ലാതെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഈ സ്ത്രീയെ നല്ലവളായിട്ട് ചിത്രീകരിക്കാൻ എന്റെ സഹപ്രവർത്തകയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. നല്ലവളെന്നാൽ സ്വഭാവശുദ്ധിയുള്ളവൾ എന്നാണ് അർത്ഥമെന്നത് എന്റെ സഹപ്രവർത്തകയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കാം. പിതാവ് ആരാണെന്നറിയാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നുള്ളത് സ്പഷ്ടമാണ്. ഇങ്ങനെയുള്ള ഈ സ്ത്രീ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഇവരെ വെറുതെ വിടുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ എന്റെ അഭിപ്രായം മറിച്ചാണ്. ഷീ ഡിസേർവ്സ് ദ മാക്സിമം പനിഷ്മെന്റ്. That's all, Your Honor. നിങ്ങൾക്കിതേക്കുറിച്ച് കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടായി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്ന അപേക്ഷ എനിക്കുള്ളൂ. ഈ കേസ് ജഡ്ജ്മെന്റിന് വേണ്ടി 27-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ശ്രീദേവിക്ക് ശിക്ഷ കിട്ടോ രവിട്ട? കുറ്റം ചെയ്താൽ പിന്നെ ശിക്ഷ കിട്ടില്ലേ? സത്യത്തിൽ ആ കുട്ടിയെ വെറുതെ വിടേണ്ടതാട്ടോ. കൊലപാതകം ചെയ്തിട്ടോ? മാനം രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതാവും. മാനം രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ തന്റെ ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ അവളെ ഗർഭം ധരിക്കൂ. ഷീസ് ക്യാരിങ് 3 months. എന്തോ പറഞ്ഞു കേട്ടിടത്തോളം ആ കുട്ടി നിരപരാധിയാകാനാണ് സാധ്യത. രവിയേട്ടൻ എന്തിനാ ഈ വക കേസെല്ലാം ഏറ്റെടുക്കുന്നത്? കൊള്ളാമല്ലോ. എന്റെ പൊന്നുപോലെ ഞാനൊരു സർക്കാർ വക്കീല. പ്രതികളോടൊക്കെ അനകമ്പ് കാണിക്കാൻ പോയാലേ നമ്മുടെ കഞ്ഞൂടി മുട്ടും. എന്നാലും രവിയേട്ട, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കില്ലെന്ന് വെച്ചാ വെറുതെ ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. വന്നു കിടന്ന് ഉറങ്ങാൻ നോക്കും. ഞാൻ എന്ത് പറഞ്ഞാലും രവിയേട്ടന് ദേഷ്യോ? ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രവിയേട്ടൻ ഈ കേസ് വാദിക്കുമായിരുന്നു. നീ വേണ്ടാത്തൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302-ാം വകുപ്പ് പ്രകാരം പ്രതി കൊലപാതകം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു. പ്രതി കുറ്റക്കാരിയാണെങ്കിലും പ്രതി കുറ്റം ചെയ്യാനിടയാക്കിയ സാഹചര്യങ്ങളും പ്രതി ഗർഭിണിയാണെന്നുള്ള വസ്തുതയും കണക്കിലെടുത്ത് പ്രതിയെ 7 വർഷം സാധാരണ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു.
ഗർഭിണിയായതിനാൽ ശിക്ഷാസമയത്ത് ജയിലിൽ പ്രതിക്ക് വൈദ്യസഹായവും ശുശ്രൂഷയും നൽകിയിരിക്കണം. I hereby direct that the superintendent of the central jail will follow the above instructions strictly. ശ്രീദേവിയുടെ കേസിന്റെ വിധി പറഞ്ഞു രവിട്ട. ആ കുട്ടി വെറുതെ വിട്ടോ? ഇല്ല, 7 വർഷം ശിക്ഷിച്ചു. അയ്യോ പാവം, ആ കുട്ടിയെ ജയിലിലേക്ക് കൊണ്ടുപോയി രവിട്ട. നിനക്ക് ഇതേക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ചോദിക്കാനില്ലേ? ഞാനിന്ന് നേരത്തെ വന്നത് നിനക്ക് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞുകൊണ്ടാ. ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചതാ. പിന്നെ ഞാൻ ആൾസോക്ക് അടിച്ചെന്നെ വരത്തുള്ളായിരുന്നു. ആ പാവം പെൺകുട്ടിയെ 7 വർഷം ശിക്ഷിച്ചതിന്റെ ആഘോഷത്തിനായിരിക്കും. കഷ്ടമുണ്ട് രവിട്ട. നിങ്ങൾ വക്കീലന്മാർക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. ഞങ്ങൾ വക്കീലന്മാർക്ക് ഒരൊറ്റ സെന്റിമെന്റ്സേ ഉള്ളൂ, അവരവരുടെ ഭാര്യ, കുട്ടികൾ, കുടുംബം. എന്നാൽ ഈ വക്കീൽ പണി അത്ര നല്ല ജോലിയൊന്നുമല്ല. നിരപരാധിയാണ് ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ആ ശാപം രവിയേട്ടനല്ലേ കിട്ടൂ. ഇന്ന വല്ല നാട്ടിൻപുറത്തുള്ള വാദ്യന്മാരോ വല്ല മൃഗഡോക്ടർമാരോ ആരെങ്കിലും കെട്ടാണ്ടിരുന്നത്. എന്നധികം കളിയാക്കൊന്നും വേണ്ട കേട്ടോ. എന്റെ പൊന്ന് എന്ത് കുട്ടി, നമുക്ക് ഇതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? വാ, അമ്പലത്തിൽ പോണ്ടേ?